ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്ന ഈ പ്ലം കേക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിനകത്ത് ഷുഗർ കാരമലൈസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഷുഗർ കാരമലൈസ് ചെയ്ത് ശരിയാകാത്തവർക്കൊക്കെ ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഗ്രേപ്പ് ജ്യൂസ് വേണം. ഞാനിവിടെ കറുത്ത മുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഗ്രേപ്പ് ജ്യൂസ് 1 കപ്പാണ് വേണ്ടത്. അതനുസരിച്ചിട്ട് എടുക്കാം. 250 ml ഒരു കപ്പാണ് നമ്മൾക്ക് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീഡ്ലെസ് ഗ്രേപ്സ് അല്ല. അപ്പം ഇതിൻ്റെ സീഡെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഗ്രേപ്സ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കളറിലുള്ള ഗ്രേപ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പച്ച കളറിലുള്ള ഗ്രേപ്സ് എടുക്കരുത്. അപ്പം നമ്മളുടെ കേക്ക് അത്രയും ശരിയായിട്ട് വരത്തില്ല. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ചധികം എടുക്കുക. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് കുറവും എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സും പ്രൂൺസൊക്കെ എടുക്കാം. അതാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കേണ്ട. അതായത് നമ്മളിതെല്ലാം കൂടെ തിളപ്പിക്കും. അപ്പം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഡേറ്റ്സും പ്രൂൺസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ 2 കപ്പാണ് നമ്മൾക്ക് വേണ്ടത്. ഞാനിവിടെ ഓരോന്നും 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചുവട് കട്ടിയുള്ള വലിയൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഡ്രൈഡ് ക്രാൻബെറി 1/4 കപ്പ്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഡ്രൈഡ് പൈനാപ്പിൾ 1/4 കപ്പ്. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷമാണ് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഡ്രൈഡ് ആപ്രിക്കോട്ട് അരിഞ്ഞത് 1/4 കപ്പ്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറുത്ത മുന്തിരി 1/4 കപ്പ്. നമ്മളിത് തിളപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ കറുത്ത മുന്തിരിയും ഗോൾഡൻ കളറിലുള്ള മുന്തിരിയും നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഗോൾഡൻ കളറിലുള്ള മുന്തിരി 1/4 കപ്പ്. പിന്നെ വേണ്ടത് ചെറി അരിഞ്ഞത് 1/4 കപ്പ്. ഡ്രൈഡ് പപ്പായ 1/4 കപ്പ്, അതും ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ബ്ലൂബെറി 1/4 കപ്പ്. ഇതും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 250 ml 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ്. ഇത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേസമയം ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കരിയാനുള്ള ചാൻസൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. നമ്മുടെ കേക്കിന് പ്ലം കേക്കിൻ്റെ അതേ കളർ കിട്ടാനും ഇത് സഹായിക്കും. ഇനി ഇട്ട് കൊടുക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ്. 220 ഗ്രാം എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടറും മുട്ടയും എല്ലാം കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് മിക്സ്ഡ് ഫ്രൂട്ട് ജാം 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഓറഞ്ച് മർമലേഡ് 1 ടേബിൾ സ്പൂൺ. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ്സും പ്രൂൺസൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് അത് ഇട്ട് കൊടുക്കരുത്. ഇതെല്ലാം തിളച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അലിഞ്ഞു പോവും. ഞാനിതിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ വേണം നമ്മൾക്കിത് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് കട്ടിയായി പോകരുത്. അപ്പം പിന്നെ തണുക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഇതിവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സിനമൺ പൗഡറും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് കറുവാപ്പട്ട പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മൾക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. ആദ്യമേ തന്നെ കേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പാത്രം സെറ്റാക്കി എടുക്കാം. കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം അതെല്ലാം സൈഡിലോട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലും കൂടെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കേക്ക് പെട്ടെന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെയല്ല എങ്കിൽ വേറൊരു മെത്തേഡ് ഉള്ളത്. ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി വെതറി കൊടുത്താലും മതി. പക്ഷേ അങ്ങനെയാവുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മുകളിൽ ചിലപ്പം വെള്ള കളർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് എടുക്കുമ്പോൾ വെള്ള കളർ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പേപ്പർ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ വെള്ളഭാഗം വരാത്ത രീതിയിൽ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളഭാഗം വീണ് കഴിഞ്ഞാലാണ് കയ്പ്പ് വരിക. അപ്പം ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇതേപോലെ തന്നെ ലെമൺ എടുത്തിട്ട് അതിൻ്റെ തൊലിയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതും വെള്ളഭാഗം വരാത്ത രീതിയിൽ തന്നെ എടുക്കുക. ഇത് 1 ടീസ്പൂൺ മതി. ഇനി ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് പൊടിയൊന്ന് പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്.
അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പയും കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ഏതിട്ട് കൊടുത്താലും കേക്ക് നന്നായിട്ട് വരും. 1.5 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 190 ഗ്രാം ആയിരിക്കും വരിക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ ജാതിക്കയും ഏലക്കയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഞാനിപ്പം ഇവിടെ ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങയുടെ തൊലിയും, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള പൊടിയും കൂടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ പാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചു. ഇനി വേണ്ടത് മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് എഗ് ബീറ്ററോ മിക്സിയോ ഒന്നും ആവശ്യമില്ല. ഇത് ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് 1/4 കപ്പ് നട്ട്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അതേ ഫ്ലേവർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് കുറുക്കിയെടുക്കരുത്, പിന്നെ അത് ഭയങ്കര കട്ടിയായി പോകുന്നു. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നന്നായി മിക്സായി വന്നതിന് ശേഷം നമ്മൾക്കിനി പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സായി വന്നിട്ട് അടുത്ത ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് 2 or 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ആദ്യത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടുത്ത ഭാഗം ഇട്ട് കൊടുക്കാം. ഇതിന് മുന്നേ ഞാൻ വേറൊരു കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് തന്നെയാണ്. അതിൽ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇപ്പം ആദ്യത്തെ ഭാഗം നമ്മൾ പൊടി ഇട്ട് കൊടുത്തത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ മിക്സാക്കി എടുക്കുക. കേക്ക് നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. അതേസമയം ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ വുഡൻ സ്പൂൺ വെച്ചിട്ടോ ഇളക്കി കൊടുക്കാം. ഇപ്പം പൊടിയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും ഇട്ട് കൊടുക്കാനില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അടുപ്പത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതേപോലത്തെ വലിയൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിനകത്തോട്ട് തയ്യാറാക്കിയ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് പേപ്പർ എപ്പോഴും വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയ രീതിയിൽ വേണം സൈഡിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം കേക്ക് കുറച്ച് പൊങ്ങി വന്നാലും താഴെ പോകത്തില്ല. നമ്മളുടെ പാത്രത്തിനകത്ത് തന്നെ കറക്റ്റ് ലെവലായിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പ്ലം കേക്ക് എപ്പോഴും കുറച്ചധികം സമയമെടുക്കും വെന്ത് വരാനായിട്ട്. ഏകദേശം 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെയൊക്കെ എടുക്കും. ഇപ്പം ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾക്കൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഈ സ്റ്റിക്കിനകത്ത് ഒന്നും ആയിട്ടില്ല. അപ്പം കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടോടെ തന്നെ ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം കേക്കെല്ലാം പൊട്ടിപ്പോവും. ഇപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. കേക്ക് നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ജാം ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമും 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേക്ക് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. അപ്പം ഈ സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈൻ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. വൈനാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് ദിവസം കൂടി ഇരിക്കുകയും ചെയ്യും. വൈൻ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അലുമിനിയം ഫോയിലിൽ കവർ ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ ജാം ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് നന്നായി ചൂടാറി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഈ കേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കാരമലൈസ് ചെയ്യാതെ ഉണ്ടാക്കിയ കേക്കാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ഷുഗർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.